ഏറ്റവും പുതിയ ഫാന്റാസ്റ്റിക് ഫോറിന്റെ ട്രെയിലറൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. സിൽവർ സർഫറിനെ ജെൻഡർ സ്വാപ്പ് ചെയ്ത കാര്യം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. ഈ ഒരാഴ്ചയിൽ മൂന്നാമത്തെ തവണയാണ് നമ്മൾ ഈ ജെൻഡർ സ്വാപ്പ്, റേസ് സ്വാപ്പ്, കാസ്റ്റിങ്ങിനെ കുറിച്ചുള്ള ഈ വീഡിയോസ് ചെയ്യുന്നത്. എനിക്ക് തന്നെ മതിയായി ഇത് ചെയ്ത്. ഇങ്ങനത്തെ സിനിമകളൊക്കെ കാണുന്നവർക്കും ഇത് മതിയായിട്ടുണ്ട്. അത് അവര് പറയുന്നുണ്ട്. ഇതൊക്കെ ഒന്നും കേൾക്കാൻ മാത്രം ആരുമില്ല എന്നുള്ളതാണ് ഒരു കഷ്ടം. ഇതൊക്കെ ശരിക്കും ചെയ്യേണ്ടവർ ഇതന്നെ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. കുറ്റം പറയേണ്ടവർ ഇത് കുറ്റം പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. പക്ഷെ ഒരുപാട് കുറ്റമൊന്നും പറയാത്തൊരു സംഭവമാണ് ഈ MCUക്കാർ ഈ ഫാന്റാസ്റ്റിക് ഫോറിൽ ചെയ്തു വെച്ചിരിക്കുന്നത്. കോമിക് ബുക്ക് ആക്യുറേറ്റ് ആണെന്നാണ് ഈ ബുക്ക് വായിക്കുന്നവരൊക്കെ പറയുന്നത്. അപ്പൊ നമുക്കൊന്ന് നോക്കാനല്ലോ എന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടോന്ന്. അപ്പൊ ഞാൻ നോക്കിയപ്പോൾ സംഭവം സത്യം തന്നെയാണ്. ഇതിലൊരു കാര്യമുണ്ട്. ഒന്നാമത്തെ കാര്യം, എർത്ത് 616 ഇത് നടക്കുന്നത്. ഇത് വേറൊരു ഓൾട്ടർനേറ്റ് യൂണിവേഴ്സ് ആണ്. 1960s കാലഘട്ടത്തിലാണ് ഇത് നടക്കുന്നത്. ആ ഒരു സെറ്റപ്പാണ് മൊത്തം ഈ സിനിമയിൽ ഉള്ളത്. ഓൾട്ടർനേറ്റ് യൂണിവേഴ്സ് എന്ന് പറഞ്ഞാൽ തന്നെ ഇവിടെ ഉള്ളതിന് വെച്ച് എന്തെങ്കിലുമൊക്കെ ഒരു വ്യത്യാസം കാണിക്കണമല്ലോ. ചിലപ്പോൾ അതിനു വേണ്ടി ചെയ്തതാണോ എന്ന് പറയാം, ഒരു ആർഗ്യുമെന്റിന് വേണ്ടി പറയാം. അപ്പൊ പുതിയ സിൽവർ സർഫറായിട്ട് വന്ന ഈ ഒരു പെൺകുട്ടി ആരാണ്? ഇത് വേറെ ആരുമല്ല, ആ ഒരു ഒറിജിനൽ സിൽവർ സർഫർ ഉണ്ടല്ലോ, പുള്ളിയുടെ ഗേൾഫ്രണ്ട് ആണ്. ഷെല്ല ബാൽ എന്നാണ് ആ ഒരു പെൺകുട്ടിയുടെ പേര്. കോമിക് ബുക്കിൽ ഇതെങ്ങനെയാ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഗലാക്ടസ് വലിയൊരാളുണ്ടല്ലോ, അത് വന്നിട്ട് ഇവരുടെ പ്ലാനറ്റ് അറ്റാക്ക് ചെയ്യാൻ വരികയും ഒരു ഓപ്ഷൻ കൊടുക്കുകയാണ് ഈ ഷെല്ല ബാലിന്. നിന്റെ ബോയ് ഫ്രണ്ട് ആയ നോറിനെ കണ്ടുപിടിക്കാനും അതേപോലെ ഞാൻ പറഞ്ഞതൊക്കെ നീ എർത്തിൽ പോയി ചെയ്തു കഴിഞ്ഞാൽ നിന്റെ പ്ലാനറ്റിനെ ഞാൻ വെറുതെ വിടാം എന്നുള്ള ഒരു ഓപ്ഷൻ കൊടുക്കുകയാണ്. അപ്പൊ അതിന്റെ കൂടെ ഈ എക്സൈലുള്ള ഈ നോറിനെ കണ്ടുപിടിക്കുകയും വേണം. പിന്നെ ഈ ഫീമെയിൽ സിൽവർ സർഫറിന്റെ ഈ മെമ്മറീസ് വൈപ്പ് ചെയ്തു ഗലാക്ടസ് എന്ന് പറയുന്ന ഒരു തിയറി കൂടെ വേറെ ഉണ്ട്. അപ്പൊ മൊത്തത്തിൽ പറഞ്ഞാൽ നോറിനാട് ആക്ച്വലി ചിലപ്പോൾ ഇതിൽ വന്നു കൂടായികയൊന്നുമില്ല, അല്ലെങ്കിൽ ഇപ്പൊ വന്നില്ലെങ്കിലും ഭാവിയിൽ വരാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. അല്ലാതെ ഒരു ക്യാരക്ടറിനെ പെർമനന്റ് ആയിട്ട് എന്നാ നീയല്ല ഇനി വേറെ ആള്, അങ്ങനെയല്ല ഇവിടെ ആക്ച്വലി ചെയ്തിരിക്കുന്നത്. കോമിക് ബുക്ക് അക്യുറേറ്റ് ആയിട്ടുള്ള ഒരു മാറ്റം അവർ കൊണ്ടുവന്നത് അത്ര ശരിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ളതിനേക്കാളും ഒരു ഇരട്ടി ഹൈപ്പ് ആ മര്യാദയ്ക്കുള്ള സിൽവർ സർഫറിനെ കൊണ്ടുവന്ന ഉണ്ടാവും. പിന്നെയും ഇവർ ഇത് എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. ആ ഒരു കോളം തികയ്ക്കാനായിരിക്കും, ഒരു ഫീമെയിൽ ലീഡ് ഉണ്ട് എന്ന് കാണിക്കാനായിരിക്കും ചിലപ്പോൾ, അറിയില്ല. ഇങ്ങനെയൊക്കെയാണ് ഇവിടെ.